നമ്മളെന്തൊരു നെറ്റ് കോട്ടയിൽ വന്നിരിക്കുന്ന ഒരു സാരിയുടെ കളക്ഷനാണ് കാണിക്കുന്നത്. അതെല്ലാം തന്നെ നല്ലൊരു പേസ്റ്റൽ ചാർട്ടിലോട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് തന്നെ ഞാൻ വേറെ നല്ലൊരു ബേബി പിങ്ക് ടോണിലോട്ട് ഇതുപോലെ വൈറ്റ് കളറിൽ ഒരു ത്രെഡും കൊണ്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് ഇതിലൊക്കെ വന്നിരിക്കണം. നല്ല രസമായിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല സിമ്പിളാണ് അന്ന് കാണാൻ നല്ല. അതിൽ കംപ്ലീറ്റ്ലി ഇതൊരു ക്രോഷാലസ് വെച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പല്ലു പോർഷൻ എല്ലാത്തിലോട്ടും നമുക്ക് നല്ല ഹെവി ആയിട്ട് തന്നെയാണ് ആ ഒരു ബോർഡർ വീവിങ്ങിലോട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ടെസൽസ് ഒക്കെ വെച്ചാണ് കംപ്ലീറ്റ് ചെയ്തേക്കണം. ബ്ലൗസ് പീസ് ഇതിന് കൊടുത്തേക്കുന്നത് പേര് സെയിം തന്നെ ഈ ഫാബ്രിക്കിന്റെ തന്നെ സെയിമിലോട്ട് വരുന്ന ഒരു ഫാബ്രിക് ആണ്. ഞാൻ ഓരോന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ കാണിക്കാം. ഞാൻ ഓരോന്ന് ക്ലോസപ്പ് ഷോട്ട് കാണിക്കട്ടെ. ഫസ്റ്റ് വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന സെയിം സാരിയാണ്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ലാവൻഡറിന്റെ ഒരു ചാർട്ട്. നെക്സ്റ്റ് ഒരു പേസ്റ്റൽ ആയിട്ടുള്ള ഒരു പിസ്തയുടെ ചാർട്ടാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഇതൊക്കെ ഒരു 1690 റേറ്റിലോട്ടാണ് കേട്ടോ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ തന്നെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതുപോലെ ഒരു ബോർഡർ ആയിട്ടാണ് വരുന്നത്. അതും ത്രെഡും കൊണ്ടുള്ള ഒരു വീവിംഗ് ആണ് വരുന്നത്. ഒരു എംബ്രോയിഡറി പാറ്റേൺ ആണ് കേട്ടോ. എംബ്രോയിഡറി ത്രെഡ് എംബ്രോയിഡറി ആണ്. അതുപോലെ ചെറിയ ചെറിയ ബുട്ടീസ് ആയിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഒരു വൈറ്റിലോട്ട് ഒരു പേസ്റ്റൽ പിസ്ത ഗ്രീൻ്റെ ഒരു ഷെയ്ഡിലോട്ടുള്ള ഒരു ഫുൾ ഇതുപോലെ ഒരു ലീഫി പാറ്റേണിലുള്ള ഒരു ക്രംബ് എംബ്രോയിഡറി വെച്ചിട്ട് ഇതുപോലെ ഒരു പിസ്ത ഷെയ്ഡിലെ ക്രോസ് വെച്ചാണ് കംപ്ലീറ്റ് ചെയ്തത്. നെക്സ്റ്റ് വരുന്നത് ഒരു പൗഡർ ബ്ലൂ, വൈറ്റ് ബേസ് ചെയ്തിട്ട് ഒരു പൗഡർ ബ്ലൂ. ഞാൻ അത് ഓരോന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ.